Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈസി റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് ഉണ്ടാക്കുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ്. നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ പ്രമാണിച്ച് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ നല്ല നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ ആ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് അധികം എന്തുണ്ടാക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. അങ്ങനെ മെഷർമെൻറ്റ് കപ്പ് വേണമെന്ന് ഒരു നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കപ്പ് എടുക്കുക. പക്ഷെ അത് തന്നെയായിരിക്കണം ബാക്കിയുള്ള അളവ് കപ്പായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് വരണം. ഞാനപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 4-5 തവണ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതിപ്പം റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതായതുകൊണ്ട് ഇച്ചിരി കൂടെ നന്നായിട്ട് തന്നെ സമയം എടുത്തങ്ങ് കഴുകുക. എന്നിട്ട് ഞാൻ അതവിടെ അരമണിക്കൂർ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് കപ്പിലാണോ ഗോതമ്പ് എടുത്തത് അതേ കപ്പിൽ 1/2 കപ്പ് അവൽ എടുക്കുന്ന വെള്ള അവൽ തന്നെ ആയിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അവലും ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ആ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു അരമണിക്കൂർ തന്നെ അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കയ്യിലൊന്ന് ഞെക്കുമ്പോഴത്തേക്കും ആ ഒരു ഭയങ്കര ഹാർഡായിട്ട് ഇരുന്നതൊക്കെ മാറി ഇച്ചിരി ഒന്ന് സോഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അവലും നന്നായിട്ട് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തോട്ട് എല്ലാം കൂടി ഇപ്പോൾ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി അതിനകത്തേക്ക് നമുക്ക് ഒറ്റ ട്രിപ്പിന് അടിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിനകത്തോട്ട് നമുക്ക് ഈ ഒരു ഗോതമ്പ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് വെള്ളമില്ലാതെ ഇതേപോലെ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ നമ്മുടെ മിക്സിയുടെ എന്താ പറയുക ആ ഒരു സൈസൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഒരു അളവിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും ഗോതമ്പ് നുറുക്കാണ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും ഈ 2 കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്ന തേങ്ങയുടെ പുറകിലുള്ള സ്കിന്നുണ്ടല്ലോ, ആ ബ്രൗൺ സ്കിന്ന് ഞാൻ മാറ്റിയിട്ട് ആ ഒരു വെള്ള കളറ് നല്ല കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. എങ്ങനെ പോയാലും ഒരു ചെറിയൊരു മഞ്ഞ കളറ് വരും നമുക്ക് ആ നുറുക്ക് ഗോതമ്പിൻ്റെ ഒക്കെ കളർ മഞ്ഞായതുകൊണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു പിടി, ഇപ്പം നമ്മൾ ചോറൊക്കെ എടുക്കുന്ന കയ്യിലുണ്ടല്ലോ അതിനകത്ത് ഒരു കയ്യിൽ ചോറ്, പഴയ ചോറ്, അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള, ഇതിന് വേണ്ടിയിട്ട് എടുക്കൊന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ഏത് തരം റൈസ് എടുക്കാം. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് അവലും നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അവലും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേർക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ബാച്ചിൽ ചേർക്കാം. അപ്പോൾ അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഈ ഒരു കണക്കിന് ഈ ഒരു പരുവത്തിന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ ചിലപ്പോൾ ക്ലിയറായി കാണത്തില്ല. നമുക്ക് ആ ഒരു നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ട് ചെറിയ ചെറിയ തരിതരികൾ കാണും കേട്ടോ. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിത് നമ്മൾ അപ്പമായിട്ട് ചുട്ടെടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പ്രശ്നം, ആ ഒരു തരിതരികളെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി ഇത് ഞാൻ അടുത്ത ബാക്കി ഉണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പും അവലും തേങ്ങയും ചേർത്തിട്ടുണ്ട്. ചോറ് ഞാൻ പിന്നെ ചേർത്തിട്ടില്ല. ആ ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ മൊത്തം 3 ടേബിൾ സ്പൂൺ ചോറാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇനി അടുത്തത് നമുക്കിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്താലാണ് ആ ഒരു പുളിയും അപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒത്തിരി ചേർക്കരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. കാരണം നമ്മൾ ആ ഗോതമ്പും അതുപോലെ അവലിലൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തുമാത്രം ഊറ്റിയെടുത്തെന്നാലും അത്യാവശ്യം വെള്ളം അതിനകത്ത് കാണും. അപ്പോൾ ഇതെല്ലാം അരച്ചെടുത്ത് ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ആദ്യത്തെ ബാച്ചിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തേലാണ് അത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. കാരണം ഞാൻ എടുത്തിരിക്കുന്ന പാത്രം ഇച്ചിരി ചെറുതാണ്. അപ്പോൾ ഈ മാവ് ഒന്ന് പൊന്തി വരുമ്പോഴത്തേക്കും ചിലപ്പം പാത്രത്തിൽ ഓവർഫ്ലോ ആവുമെന്നൊരു പേടി, അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് നന്നായിട്ടൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു 7 മുതൽ 8 മണിക്കൂർ വരെ, അത് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ചാണ്. ചിലവർക്കൊക്കെ 6-7 മണിക്കൂറിനകത്തൊക്കെ ആവും, നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ. ഞാനിപ്പോൾ ഇത് ഒരു ഓവനകത്തോട്ട് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം ഇവിടെ തണുപ്പുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും നാട്ടിലെ പോലെ പൊന്തി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറ്. അങ്ങനെ ഇതിവിടെ 7 മണിക്കൂർ കഴിഞ്ഞു. ഓവനിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം നന്നായി പുളിച്ച് വന്നിട്ടുണ്ട്. പക്ഷെ ഒത്തിരി അങ്ങ് പൊന്തി വന്നിട്ടൊന്നുമില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ പൊന്തി വരണതിൻ്റെ ഒരു 7 മണിക്കൂറിലൊക്കെ
ഇത്രയൊക്കെ പൊന്തി എനിക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് ഓക്കെയാണ്, പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇതിനകത്ത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, ചേർക്കാൻ മറന്നു പോയതല്ല. എപ്പോഴും ഉപ്പ് നമ്മൾ ചൂടാൻ നേരത്ത് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം, ചിലവർക്ക് മധുരം അപ്പൊക്കെ മധുരത്തിൽ കഴിക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയുള്ളവർക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ. ഇനി നമുക്കിത് എങ്ങനെ ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിത് 2 രീതിയിൽ എടുക്കാം. ഒന്ന് നമ്മൾ സാധാരണ വെള്ളയപ്പം ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ പാലപ്പം ഒക്കെ എടുക്കുന്നത് പോലെ തന്നെ ഒന്ന് ചുറ്റിച്ചെടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷെ ഞാനിന്ന് ഇത് ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു ദോശ പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നല്ല ബബിൾസ് ഒക്കെ വന്ന് നന്നായിട്ട് തന്നെ കുമിളകൾ വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഇതാ നമ്മുടെ മാവ്, നിങ്ങൾക്ക് മാവിന് ഇച്ചിരി കൂടെ ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളമോ അല്ലെങ്കിൽ അല്പം പശുമ്പാലോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ നോക്കിക്കാൻ നന്നായിട്ട് ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുമിളകൾ വരാൻ അങ്ങനെ പൊട്ടി പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മളല്ലാതെ ഇതിനകത്ത് എണ്ണ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ചെറുതായിട്ട് ഒന്ന് മൂടി വെക്കണം കേട്ടോ. മൂടി വെച്ചിട്ട് വേണം നമ്മളിതിൻ്റെ ആ ഒരു മേൽഭാഗമൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ആ ഒരു പച്ച മാവൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് തിരിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് അല്ലാതെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിച്ചാലും മതി. നോക്കിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞിക്കുട്ടം പോലത്തെ അപ്പം ഇവിടെ റെഡിയാണ്. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ ദോശ ചുടുന്നത് പോലെ നമുക്ക് പാത്രത്തിൽ എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നേരിട്ടിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടുള്ള ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഉടനെ തന്നെ ഇതുപോലെ ഇങ്ങനെ കുമിളകൾ വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ അപ്പം ഇവിടെ റെഡിയാണ്. ഇത് വളരെ സ്വാദിഷ്ടമാണ് കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതിൻ്റെ പുറം ഭാഗം കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ലൊരു ബ്രൗൺ ഗോൾഡ് കളറായിട്ട്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഇങ്ങനെ ഭയങ്കര ഇളകി വരുന്നുണ്ട്. അപ്പം തന്നെ അറിയാം അത്രയും സോഫ്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ മടക്കുന്ന സമയത്ത് ഇത് ഒടിഞ്ഞു പോവോ അല്ലെങ്കിൽ മുറിഞ്ഞു പോവോ അങ്ങനെയൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ടും എന്നാൽ വളരെ സോഫ്റ്റുമാണ് താനും. അപ്പോൾ ഇത് ഞാനൊന്ന് നടുവേ മുറിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്, നമുക്കറിയാം പാലപ്പൊക്കെ കഴിക്കുമ്പോൾ എപ്പോഴും നോൺ വെജ് ആയിട്ട് കൂട്ടത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ കൂടെ കഴിക്കാം, ഏത് കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ദോശയാണ്, അല്ലെങ്കിൽ അപ്പമാണ്. ഇപ്പം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ നുറുക്ക് ഗോതമ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന് ഓർത്തിരിക്കുന്നവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.